എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10th ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂയിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടിരുന്നു, വിസ്കോസിറ്റി. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഇന്ന് നമുക്ക് ലിക്വിഡ്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി കാണാം. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്ന 2 ലിക്വിഡ്സ് ആണ്. ഞാൻ അതിനെ 2 കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 ലിക്വിഡ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലിക്വിഡ്സിൻ്റെ പ്രത്യേകത നോക്കൂ. ആ 2 ലിക്വിഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു പെയറിന് എക്സാമ്പിളാണ് വാട്ടറും ഓയിലും. അപ്പോൾ ഈ ബീക്കറിലുള്ളത് വാട്ടറും ഓയിലുമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 2 ലിക്വിഡ്സും മിക്സ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. വാട്ടറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. ഒരു അരുവിയിലേക്കോ മറ്റോ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ബോഡി നന്നായി വെറ്റാവും. പക്ഷേ ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കൂ, വാട്ടർ കനോട്ട് വെറ്റ് ദ ഡക്ക്. അപ്പോൾ വാട്ടർ തന്നെ ഡിഫറെൻറ്റ് മീഡിയത്തിൽ ബിഹേവ് ചെയ്യുന്നതിലെ ഒരു ഡിഫറൻസാണ് നമ്മൾ ഈ കണ്ടത്. നല്ല മഴയുള്ള സമയത്ത് ഗ്ലാസ് സർഫസിൽ വാട്ടർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. അപ്പോൾ വാട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണത്, ഗ്ലാസ് സർഫസിലേക്ക് വാട്ടർ നന്നായി സ്റ്റിക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി, ഒരു ഗ്ലാസ് ട്യൂബിലൂടെ മെർക്കുറി മുകളിലേക്ക് ഉയർന്നു പോകുന്നു. സ്പിഗ്മോ മാനോമീറ്ററിലും തെർമോമീറ്ററിലും ഒക്കെ നിങ്ങൾ കാണുന്ന ഒരു പ്രോസസ്സാണിത്. ഈ മെർക്കുറി ഗ്ലാസ് ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുമ്പോൾ ആ മെർക്കുറി ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരിക്കലും സ്റ്റിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വാട്ടർ എന്ന ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നു, മെർക്കുറി എന്ന ലിക്വിഡിന് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ കോട്ടൺ വിക്കിലൂടെ ഓയിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നത് ഓയിലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പെയിൻറ്റ് ബ്രഷിൻ്റെ ബ്രിസിൽസ് നോക്കൂ, നന്നായി സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. ഞാൻ ഈ ബ്രഷിനെ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു. ഈ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ബ്രഷിനെ ഞാൻ വാട്ടറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ആ ബ്രിസിൽസ് നോക്കൂ, ആ ബ്രിസിൽസ് എല്ലാം കൂടി നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു. ഇത് വാട്ടർ സർഫസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പോൾ കണ്ട ഈ ഫിനോമിനൻ എല്ലാം സംഭവിക്കുന്നത് ലിക്വിഡ് സർഫസിൻ്റെ ഒരു പ്രോപ്പർട്ടി മൂലമാണ്. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ എന്നത്. ആ പേരിൽ തന്നെയുണ്ട്, ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സർഫസ് ഓഫ് എ ലിക്വിഡ്. നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഈ സർഫസ് ടെൻഷൻ എന്നത് ലിക്വിഡ്സിൻ്റെ മാത്രമായ ഒരു പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് ഗ്യാസസ് ഡു നോട്ട് ഹാവ് ഫ്രീ സർഫസസ്. പെയിൻറ്റ് ബ്രഷിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ആ ബ്രഷിൻ്റെ ബ്രിസിൽസിനിടയിൽ വാട്ടർ ഫിലിം ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എവിടെയുണ്ട്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ അത് തന്നെയാണ്. ലിക്വിഡ് സർഫസ് ട്രൈസ് ടു മിനിമൈസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുമ്പോൾ ലിക്വിഡ് സർഫസ് ഒരു സ്ട്രെസ്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യും. ലിക്വിഡ് സർഫസ് സ്ട്രെസ്ഡ് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്ലേഡ് ലിക്വിഡ് സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. സി, ദ മോസ്കിറ്റോസ് ക്യാൻ വാക്ക് ഓവർ വാട്ടർ. വാട്ടർ സർഫസ് സ്ട്രെസ്ഡ് മെംബ്രെയിൻ ആയതുകൊണ്ടാണ് ഈ മോസ്കിറ്റോയെ സപ്പോർട്ട് ചെയ്യാൻ വാട്ടർ സർഫസിന് പറ്റുന്നത്. അപ്പോൾ ലിക്വിഡ് സർഫസിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി കാണുന്നത്. ഇത് ലിക്വിഡ്സിൻ്റെ ഫ്രീ സർഫസിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് ഓർക്കുക. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ എന്ന പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് എറേസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. യു കൺസിഡർ എ ലിക്വിഡ് മോളിക്യൂൾ. നിങ്ങൾക്ക് കാണാം, ദിസ് ലിക്വിഡ് മോളിക്യൂൾ ഈസ് സറൗണ്ടഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമുക്കറിയാം, ഓൾ ദ മോളിക്യൂൾസ് ഓഫ് എ ലിക്വിഡ് അട്രാക്ട് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ റെഡ് കളറിൽ കാണുന്ന മോളിക്യൂളും ഈ സറൗണ്ടിങ്സിലെ മോളിക്യൂൾസ് മൂലം അട്രാക്ട് ചെയ്യപ്പെടാം. ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ മോളിക്യൂൾ എല്ലാ സൈഡിലേക്കും അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ മോളിക്യൂൾ ക്യാൻ ബി 0. ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മോളിക്യൂൾ ഈസ് 0, യു നോ, വിതൗട്ട് ഡൂയിങ് എനി വർക്ക് യു ക്യാൻ മൂവ് ദ മോളിക്യൂൾ. അപ്പോൾ ഈ മോളിക്യൂളിലെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഒരു വർക്കും ചെയ്യാതെ തന്നെ നമുക്ക് ഈ മോളിക്യൂളിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ സിൻസ് ദ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ മോളിക്യൂൾ ഈസ് 0, എനർജി ഓഫ് ദ മോളിക്യൂൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഇങ്ങനെ ഒരു രണ്ടാമതൊരു മോളിക്യൂൾ ഇമാജിൻ ചെയ്യാം. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത നോക്കൂ, ദിസ് ഈസ് എ സർഫസ് മോളിക്യൂൾ. ഹാഫ് ഓഫ് ദ മോളിക്യൂൾ ഈസ് കമ്മിങ് ഇൻസൈഡ് ദ സർഫസ്
and the remaining half is lying outside the surface. ഫിഗറിൽ അത് ക്ലിയർ ആണ്. ഈ മോളിക്യൂളിന് താഴെ മാത്രമേ മറ്റ് മോളിക്യൂൾസ് ഉള്ളൂ. സോ ദർ വിൽ ബി എ നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഇൻ ദ മോളിക്യൂൾ. ഈ മോളിക്യൂളിനെ മുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ മറ്റ് മോളിക്യൂൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ ഒരു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രണ്ട് മോളിക്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ്, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് മോളിക്യൂൾ ക്യാൻ ബി സീറോ, ബട്ട് the molecule on the surface experiences a resultant downward force. ഇനി ഒരു ഇൻറ്റീരിയർ മോളിക്യൂളിനെ ഞാൻ സർഫസിലേക്ക് മൂവ് ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കും. ഈ മോളിക്യൂൾ സർഫസിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബിഗിൻ ടു എക്സ്പീരിയൻസ് എ ഡൗൺവേർഡ് ഫോഴ്സ്. ഈ ഡൗൺവേർഡ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ ഒരു ഇൻറ്റീരിയർ മോളിക്യൂളിനെ എനിക്ക് സർഫസിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഈ ഡൗൺവേർഡ് ഫോഴ്സ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് we have to do some work, and this work done will be stored in the surface molecules as their energy. അതിൻ്റെ മീനിങ് എന്താ? Molecules on the surface will have more energy compared to the molecules in the interior. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ലിക്വിഡ് സർഫസിലെ മോളിക്യൂൾസിന് ഇൻറ്റീരിയർ പാർട്ടിലുള്ള മോളിക്യൂൾസിനേക്കാളും എനർജി കൂടുതലായിരിക്കും എന്നാണ്. That increase in energy is called the surface energy of a liquid. നമുക്കറിയാം, ഈ സിസ്റ്റത്തിൻ്റെ സർഫസ് മോളിക്യൂൾസിൻ്റെ എനർജി കൂടിയാൽ ദ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദ എനർജി. ഈ എനർജി കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? മോളിക്യൂൾസ് സർഫസിലേക്ക് വന്നതുകൊണ്ടാണ് അതിൻ്റെ എനർജി കൂടിയത്. അപ്പോൾ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ്. അങ്ങനെയാണ് സർഫസ് ഏരിയ കുറയ്ക്കാനായി ഈ സിസ്റ്റം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സർഫസിലെ മോളിക്യൂൾസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുമ്പോൾ സർഫസിൽ അവൈലബിളായ മോളിക്യൂൾസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ലിക്വിഡ് സർഫസ് ഒരു സ്ട്രെസ്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായി കണ്ട രണ്ട് ടേംസാണ് സർഫസ് ടെൻഷനും സർഫസ് എനർജിയും. ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് ഫോം ചെയ്യിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഹൊറിസോണ്ടൽ ലിക്വിഡ് ഫിലിമാണ്. ആ ലിക്വിഡ് ഫിലിമിനെ ഞാൻ ഒരു സ്ലൈഡറുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ലൈഡർ ഈസ് എൽ, ആൻഡ് ദിസ് സ്ലൈഡർ ക്യാൻ മൂവ് ഹൊറിസോണ്ടലി വിതൗട്ട് എനി ഫ്രിക്ഷൻ. സി, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ലിക്വിഡ് ഫിലിം. ലിക്വിഡ് ഫിലിമിന് അതിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇൻ ദിസ് ഡയറക്ഷൻ എ ഫോഴ്സ് വിൽ ബി ഡെവലപ്ഡ്. So the slider will try to move towards left. ഈ സ്ലൈഡറിൻ്റെ മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഐ അസ്യൂം ദ സ്ലൈഡർ മൂവ്സ് ത്രൂ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്, സേ ഡി. ആ ഡി എന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഹിയർ? We know the work done is the product of force and displacement. So here the work done is F into D. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ലിക്വിഡ് ഫിലിമിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റിയത്. സോ യു റിമെമ്പർ ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് എ ഫിലിം യു ഹാവ് ടു ഡു സം വർക്ക്. നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് എത്ര ഏരിയയാണ് ഇൻക്രീസ് ചെയ്തത് എന്ന് നോക്കൂ. ആ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഡി ഇൻറ്റു എൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ലിക്വിഡ് ഫിലിമിൻ്റെ ഒരു സർഫസ് മാത്രമാണ്. ഇതുപോലെ ഒരു ബാക്ക് സർഫസ് കൂടിയുണ്ട്. ആ ഏരിയയും ഡി ഇൻറ്റു എൽ ആയിരിക്കുമല്ലോ. സോ ദ ടോട്ടൽ ഏരിയ പ്രൊഡ്യൂസ്ഡ് ഈസ് 2dl. സോ നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് ഏരിയ ഓർ ദ വർക്ക് ഡൺ ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഏരിയ. അതിന് നമുക്ക് എസ് എന്നൊരു സിമ്പിൾ കൊടുക്കാം. So we can write S equals Fd divided by 2dl. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ S ഈക്വൽ F by 2l എന്നും എഴുതാമല്ലോ. സോ ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എനർജി പെർ യൂണിറ്റ് ഏരിയയാണ്. സെക്കൻഡ് ഇക്വേഷനിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ലെങ്ത് ആണ്. ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. ഇപ്പോൾ നമ്മൾ സർഫസ് ടെൻഷനെ ഡിഫൈൻ ചെയ്തത് ലിക്വിഡിൻ്റെ ഒരു ഫ്രീ സർഫസ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ്.
പക്ഷേ ജനറൽ സിറ്റുവേഷൻസിൽ വി ഹാവ് ടു കൺസിഡർ ദ ഫ്ലൂയിഡ് സർഫേസ് ഇൻ കോണ്ടാക്ട് വിത്ത് അനദർ ഫ്ലൂയിഡ് ഓർ സോളിഡ് സർഫേസസ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ സർഫസ് ടെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ കാണുന്ന സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർഫസ് ടെൻഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സർഫസ് ടെൻഷൻ ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആക്ടിംഗ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ in the plane of the interface between the liquid and the surface. See, surface tension is defined as the force per unit length. So, the SI unit of surface tension is Newton meter inverse. നമുക്ക് ഈ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻസ് കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? നിങ്ങൾ ചെയ്ത് നോക്കൂ. Now you have surface tension equals force divided by length. ഫോഴ്സിൻ്റെയും ലെങ്തിൻ്റെയും ഡയമെൻഷൻസ് നമുക്കറിയാം. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എം എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ എൽ. ആ എൽ ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി എന്താ വരുന്നത് നോക്കൂ. എം ടി റൈസ് ടു -2. സോ എം ടി റൈസ് ടു -2 ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ. ലിക്വിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയായ വിസ്കോസിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സർഫസ് ടെൻഷനിലും അങ്ങനെ തന്നെയാണ്. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ്സ് യൂഷ്വലി ഫോൾസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഈ സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് ക്ലിയർ ആകുന്നതിന് വേണ്ടി നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതൂ. എ യു ഷേപ്ഡ് വയർ ഈസ് ഡിപ്ഡ് ഇൻ സോപ്പ് സൊല്യൂഷൻ ആൻഡ് റിമൂവ്ഡ്. ദ തിൻ സോപ്പ് ഫിലിം ഫോംഡ് ബിറ്റ്വീൻ ദ വയർ ആൻഡ് ദി light slider supports a weight of 1.5 into 10 raised to -2 Newton, which includes the small weight of the slider also. The length of the slider is 30 centimeter. What is the surface tension of the film? See, a question ഒന്ന് വായിച്ചു നോക്കൂ. A U-shaped wire frame is dipped in soap solution and removed so that a soap film is formed. ആ ഫോം ചെയ്തിരിക്കുന്ന സോപ്പ് ഫിലിം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ സോപ്പ് ഫിലിം ഫോം ചെയ്തിരിക്കുന്നത് ഒരു സ്ലൈഡറിലാണ്. ആ സ്ലൈഡറിലേക്ക് 1.5 ഇൻറ്റു 10 റൈസ് ടു -2 ന്യൂട്ടൺ എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ സ്ലൈഡറിനെ എനിക്ക് സ്റ്റഡിയാക്കി നിർത്താൻ പറ്റിയിരിക്കുന്നു. ഇഫ് സോ, വാട്ട് ഈസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. വി ഹാവ് ദ ഇക്വേഷൻ ഫോർ സർഫസ് ടെൻഷൻ. S equals force divided by length. See, the value of force is given 1.5 into 10 raised to -2. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. ലെങ്ത് ക്വസ്റ്റ്യനിൽ 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ അതൊന്ന് വായിച്ചു നോക്കൂ. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ലൈഡർ. നമുക്ക് വേണ്ടത് ഈ ലിക്വിഡ് ഫിലിമിൻ്റെ എത്ര ലെങ്തിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നാണ്, അല്ലാതെ സ്ലൈഡറിൻ്റെ ലെങ്ത് അല്ല. ഈ ലിക്വിഡ് ഫിലിമിന് 2 സർഫസസ് ഉണ്ട്. ഈ 2 സർഫസിലും 30 സെൻറ്റിമീറ്റർ വീതം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ടോട്ടൽ ലെങ്ത് ഓഫ് 60 സെൻറ്റിമീറ്റർ. യു റിമെമ്പർ ദാറ്റ്. നൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദ സർഫസ് ടെൻഷൻ. റൈറ്റ് ദ ഇക്വേഷൻ. എസ് ഈക്വൽസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 1.5 ഇൻറ്റു 10 റൈസ് ടു -2 ഡിവൈഡഡ് ബൈ 0.6. 0.3 അല്ല, 0.6. 2 times the length. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. You will get the correct answer as 2.5 into 10 raised to -2 Newton meter inverse. ഈ സർഫസ് ടെൻഷൻ്റെ മറ്റൊരു കോൺസിക്വൻസ് കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. The liquid surface in contact with a solid surface will not be straight always. Generally, a liquid surface in contact with a solid surface will be curved. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു ലോട്ടസ് ലീഫിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ ഡ്രോപ്പാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ, ദാറ്റ് വാട്ടർ ഡ്രോപ്പ് ഈ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. മാത്രമല്ല, ഈ വാട്ടറിന് ആ ലോട്ടസ് ലീഫിനെ വെറ്റ് ചെയ്യാൻ പറ്റുന്നതുമില്ല. ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതൊരു സോളിഡ് സർഫസ് ആണ്. ആ സോളിഡ് സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ലിക്വിഡ് ഡ്രോപ്പാണ് ഇത്.
നിങ്ങൾക്ക് കാണാം the liquid drop is in contact with the solid surface at this particular point. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ലിക്വിഡ് സർഫസിന് ഞാനൊരു ടാൻജൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. സി ദിസ് ടാൻജൻറ്റ് ഈസ് മേക്കിംഗ് സം ആംഗിൾ വിത്ത് ദ സോളിഡ് സർഫസ്. ഞാൻ ആ ആംഗിളിനെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. സോ നൗ വി ക്യാൻ സേ angle of contact is the angle between tangent to the liquid surface at the point of contact and the solid surface inside the liquid. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷനിലെ ഏറ്റവും അവസാനത്തെ പാർട്ട് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ഇവിടെ ഞാനൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും ടാൻജൻറ്റിനും സോളിഡ് സർഫസിനും ഇടയിൽ വരുന്ന ആംഗിൾ തന്നെയാണ്. പക്ഷേ ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയില്ല, ബിക്കോസ് ദ സോളിഡ് സർഫസ് ഈസ് നോട്ട് ഇൻസൈഡ് ദ ലിക്വിഡ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഓർക്കുക, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. ഒരു ലിക്വിഡ് ഒരു സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ വാല്യൂ ആണ്. ഇപ്പോൾ കാണുന്ന സിറ്റുവേഷനിൽ അത് ക്ലിയർ ആണ്, that liquid surface cannot wet the solid. ഈ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഫിഗറിലേക്ക് ഒന്ന് നന്നായി നോക്കൂ. ഇറ്റ് ഈസ് ഹാവിങ് എ ലാർജ് വാല്യൂ അല്ലേ? ഇതൊരു അക്യൂട്ട് വാല്യൂ ആണോ അതോ ഒബ്റ്റ്യൂസ് ആണോ? ഇത് കാണാൻ പറ്റും, അതൊരു ഒബ്റ്റ്യൂസ് വാല്യൂ ആണ്. ഈ ഫിഗറിൽ നിന്നും നമുക്കൊന്നുകൂടി മനസ്സിലാവും, ഇവിടെ ലിക്വിഡ് സർഫസിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ ലിക്വിഡ് മോളിക്യൂൾസും സോളിഡ് മോളിക്യൂൾസും തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫിഗറിലേക്ക് നന്നായി നോക്കൂ, നിങ്ങൾക്കറിയാൻ പറ്റും ദ ഫോഴ്സ് എമംഗ് ലിക്വിഡ് മോളിക്യൂൾസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ലിക്വിഡ് മോളിക്യൂൾസ് ആൻഡ് ദ സോളിഡ്. ഈ സിറ്റുവേഷനിലാണ് ആ ലിക്വിഡിന് സോളിഡ് സർഫസിന് വെറ്റ് ചെയ്യാൻ പറ്റാത്തത്. ദിസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വിൽ വേരി വിത്ത് ദ പെയേഴ്സ് ഓഫ് മീഡിയ. വാട്ടറിനും ഗ്ലാസിനും ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. ഇതേ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കില്ല വാട്ടറിനും മെർക്കുറിക്കും. നമുക്ക് ഒരു സോളിഡ് സർഫസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ലിക്വിഡിൻ്റെ കേസ് കൂടി ഇമാജിൻ ചെയ്യാം. ദിസ് ലിക്വിഡ് ഈസ് സ്പ്രെഡിങ് ഓവർ ദി സോളിഡ്. ആ ലിക്വിഡ് സർഫസ് സോളിഡുമായി ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ടാൻജൻറ്റിനും ലിക്വിഡിനകത്ത് വരുന്ന സോളിഡിനും ഇടയിൽ ഹിയർ ദർ ഈസ് ആൻ ആംഗിൾ, and that angle is called angle of contact. In this case also there are two forces, the force among molecules of the liquid and the force of attraction between the liquid and the solid. ഈ ഫിഗറിൽ നിന്ന് അത് ക്ലിയർ ആണ്. The force between solid and the liquid is more than the force of attraction among the molecules of the liquid. അതുകൊണ്ടാണ് ഈ ലിക്വിഡിന് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. And here you can see the angle of contact is having a small value. നമ്മൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടി വാട്ടറിലേക്ക് സോപ്പും ഡിറ്റർജൻസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ദി സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് റെഡ്യൂസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലോ ആണെങ്കിൽ ആ ലിക്വിഡിന് ആ സോളിഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്രെഡ് ചെയ്താണ് ലിക്വിഡ് സോളിഡിനെ ക്ലീൻ ചെയ്യുന്നത്. ഇതിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് അറിയാമല്ലോ. വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വിൽ ഇൻക്രീസ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു, ദാറ്റ് ലിക്വിഡ് കനോട്ട് വെറ്റ് ദി സോളിഡ്. ഈ സർഫസ് ടെൻഷൻ എന്ന പ്രോപ്പർട്ടിയുടെ മറ്റൊരു കോൺസിക്വൻസ് ആണ് ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്സ് ആൻഡ് ബബിൾസ്. ചെറിയ വാട്ടർ ഡ്രോപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. സോപ്പ് സൊല്യൂഷൻ കൊണ്ട് നിങ്ങളൊക്കെ സോപ്പ് ബബിൾസ് ഫോം ചെയ്യിച്ചിട്ടുണ്ടാവും. ആ സോപ്പ് ബബിൾസ് ഒക്കെ സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോപ്സിനും ബബിൾസിനും സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് ഓൾസോ വി ക്യാൻ എക്സ്പ്ലെയിൻ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് സർഫസ് ടെൻഷൻ. ഒരു ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഗ്രാവിറ്റേഷനും സർഫസ് ടെൻഷനും ചേർന്നാണ്. ഇഫ് ദ ഡ്രോപ്പ് ഈസ് വെരി സ്മോൾ, the major part of the potential energy will be due to surface tension. സർഫസ് ടെൻഷനിൽ പൊട്ടൻഷ്യൽ എനർജി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സർഫസ് ഏരിയ മിനിമം ആവണം.
For a given volume, we know the surface area is minimum for a spherical shape. That is the reason why small drops assume spherical shape. പക്ഷേ ലാർജ് ഡ്രോപ്പ് ആകുമ്പോഴോ, ദ ലാർജ് ഡ്രോപ്സ് എക്സാക്ട്ലി സ്പെറിക്കൽ ആകില്ല. നിങ്ങൾ ഈ കാണുന്നത് പോലെ ലാർജ് ഡ്രോപ്സ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്യും. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? ഈ കേസിൽ മാസ് ഓഫ് ദി ഡ്രോപ്പ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കൺസിഡറബിൾ ഫാക്ടറാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സർഫസ് ടെൻഷനേക്കാളും കൂടുതലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റി. ഓർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ മേജർ ഫാക്ടർ ഹിയർ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഡ്രോപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോവർ ചെയ്യണം. അതുകൊണ്ടാണ് ലാർജ് ഡ്രോപ്സ് ഇതുപോലെ ഫ്ലാറ്റൻ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ വെരി നെഗ്ലിജിബിൾ മാസ്, വി ക്യാൻ നെഗ്ലക്ട് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി and potential energy due to surface tension becomes the predominant factor. Potential energy due to surface tension reduce ചെയ്യുന്നതിന് വേണ്ടി മിനിമം സർഫസ് ഏരിയ ആകണം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫോർ എ ഗിവൺ വോളിയം മിനിമം സർഫസ് ഏരിയ ഈസ് ഫോർ എ സ്ഫിയർ. ദാറ്റ് ഈസ് ദ റീസൺ വൈ ബബിൾസ് അസ്യൂം സ്പെറിക്കൽ ഷേപ്പ്. ഡിസ്കസ് ചെയ്ത സർഫസ് ടെൻഷൻ എന്ന പാർട്ടിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ അസൈൻമെൻറ്റ് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, എഴുതൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതൂ. Figure A shows a thin liquid film supporting a small weight of 4.5 into 10 raised to minus 2 Newton. What is the weight supported by a film of the same liquid at the same temperature in figure B and figure C? ഈ മൂന്ന് ഫിഗേഴ്സും വരയ്ക്കുക. അതിന് ഫിഗർ എ, ഫിഗർ ബി ആൻഡ് ഫിഗർ സി എന്ന് ലേബൽ ചെയ്യുക. ഫിഗർ എയിൽ നോക്കൂ. ദർ ഇസ് എ ലിക്വിഡ് ഫിലിം ആൻഡ് ദാറ്റ് ഫിലിം ക്യാൻ സപ്പോർട്ട് എ വെയ്റ്റ് ഓഫ് 4.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ന്യൂട്ടൺ. ഫിഗർ ബിയിലും ഫിഗർ സിയിലും നിങ്ങൾ കാണുന്നത് സെയിം ലിക്വിഡ് സെയിം ടെമ്പറേച്ചറിലാണ്. ദാറ്റ് മീൻസ് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഇസ് ദ സെയിം. പിന്നെ എന്ത് ഡിഫറൻസാണ് നിങ്ങൾ കാണുന്നത് നോക്കൂ. അവിടെ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ ഇങ്ങനെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുമോ എന്ന ഫാക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തുക. ലിക്വിഡ്സിൻ്റെ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഹിൻ്റാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ മെത്തേഡിനെ ബേസ് ചെയ്തുകൊണ്ട് ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഒന്ന് വായിച്ചു നോക്കി അതിനെ ബേസ് ചെയ്ത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക. സർഫസ് ടെൻഷൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റ് ആപ്ലിക്കേഷൻസുമുണ്ട്. സർഫസ് ടെൻഷൻ്റെ പുതിയ ഒരു ആപ്ലിക്കേഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ ടൈം.